ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യം കൂടി ബംഗ്ലാദേശിന്റെ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്ന. ആഴ്ചകളായി ഇസ്ലാമാബാദിന് സമീപം വലിയ പ്രക്ഷോഭമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾ ഇസ്ലാമാബാദിലേക്ക് നീങ്ങാതിരിക്കുന്നതിന് വേണ്ടി വലിയ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ടിട്ട് റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പാർലമെന്റിലേക്കും പ്രധാന കേന്ദ്രങ്ങളിലേക്കും പോകുന്ന 29 റോഡുകളാണ് ഇത്തരത്തിൽ വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കണ്ടെയ്നറുകളെ മറികടന്ന് പ്രക്ഷോഭകാരികൾ എത്തും. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഈ ഒരു പ്രതിഷേധ റാലിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ തെഹ്രിക് ഇൻസാഫ് പാർട്ടിയാണ്. ഇമ്രാൻഖാൻ ജയിലിലാണ്. ഈ അടുത്ത സമയത്ത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ വാട്സപ്പിൽ അനവധി മെസ്സേജുകളാണ് ഈ പ്രക്ഷോഭത്തിന് ഇപ്പോഴത്തെ കാരണം. ഇമ്രാൻഖാനെ മോചിപ്പിക്കണം, ഒപ്പം തന്നെ ഈ പിടിച്ചുകൊണ്ടുപോയ നേതാക്കളെ വിട്ടയക്കണമെന്നാണ് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാക് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് ഇമ്രാൻഖാൻ അടക്കം 3 പേരെയാണ് എന്ന് പറയുമ്പോൾ 10 നേതാക്കളെ ഈ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് യാതൊന്നും സൈന്യമോ പോലീസോ പറയുന്നുമില്ല. ഏതായാലും ബംഗ്ലാദേശിൽ എന്താണോ നാം കണ്ടത് അതിന് സമാനമായി തന്നെ പാകിസ്ഥാനിലെ തെരുവോരങ്ങളിൽ മുഖംമൂടി ധരിച്ച പ്രക്ഷോഭകാരികൾ ഇസ്ലാമാബാദിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇതിനെ തടയാൻ പോലീസിന് കഴിയുമോ, സൈന്യം എന്തു ചെയ്യും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സൈന്യവും ഒരുപക്ഷെ പരോക്ഷമായി ഇവരെ സഹായിച്ചാൽ, ബംഗ്ലാദേശിലെ പോലെ സഹായിച്ചാൽ ഒരുപക്ഷെ പാക് ഭരണകൂടം ഇപ്പോഴുള്ളത് ഇല്ലാതാകും. പകരം സൈന്യം ഒരുപക്ഷെ ഭരണം ഏറ്റെടുത്തേക്കാം. ഇല്ലെങ്കിൽ ഈ പ്രക്ഷോഭകാരികളുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ വരാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്ക്.